നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അനാശാസ്യം അഥവാ ഇമ്മോറൽ ട്രാഫിക്. നെറ്റ് ചൊളിച്ചിട്ട് കാര്യമില്ല, ഓരോ മണ്ടത്തരങ്ങളായിട്ട് വരുമ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു തരേണ്ടതായിട്ട് വരും. ആക്ട്രസ് ശ്വേത മേനോന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്തിരിക്കുന്ന എഫ്ഐആറിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് 1956 സെക്ഷൻ 3 and 5 ആണ്. ഈ ആക്ട് പ്രകാരം എന്താണ് അനാശാസ്യം അഥവാ എന്താണ് ഇമ്മോറൽ ട്രാഫിക് എന്ന് നോക്കാം. ഒന്നാമത്തേത് വേശ്യാലയം നടത്തുക, രണ്ടാമത്തേത് വേശ്യാവൃത്തിക്കായി ഒരാളെ പ്രേരിപ്പിക്കുക, മൂന്നാമത്തേത് വേശ്യാവൃത്തി കൊണ്ട് ജീവിക്കുന്ന ഒരാളുടെ ആനുകൂല്യത്തിൽ ജീവിക്കുക. നമ്മൾ പറഞ്ഞു വന്നത് ശ്വേത മേനോൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കേസിനെ പറ്റിയാണ്. ഒരു സിനിമയിൽ അഭിനയിക്കുന്നതോ ഒരു ആഡിൽ അഭിനയിക്കുന്നതോ പ്രോസ്റ്റിറ്റ്യൂഷന്റെയോ ഇമ്മോറൽ ട്രാഫിക്കിന്റെയോ പരിധിയിൽ വരില്ല. ഇനി സിനിമയ്ക്കകത്ത് ഒരാൾ വേശ്യാലയം ഒരു ബ്രോത്തൽ നടത്തി കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസ് വെക്കാൻ പറ്റുമോ? ഇല്ല, അത് സിനിമയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് IT ആക്ട് പ്രകാരമോ സിനിമാറ്റോഗ്രാഫിക് ആക്ട് പ്രകാരമോ കംപ്ലൈന്റ് കൊടുക്കാവുന്നതാണ്. CBFC സർട്ടിഫൈഡ് ആയിട്ടുള്ള മൂവി എന്ന് പറയുമ്പോൾ തന്നെ നിയമപരമായി പ്രദർശിപ്പിക്കപ്പെട്ട മൂവിയാണ്. ITPA അഥവാ ഇമ്മോറൽ ട്രാഫിക് പ്രിവെൻഷൻ ആക്ട് എന്ന് പറയുന്നത് ഒരു പൊതു സുരക്ഷാ നിയമമാണ്. ഒരിക്കലും ഒരു സിനിമയിലോ അഡ്വർടൈസ്മെന്റോ ഒന്നും അതിന്റെ പരിധിയിൽ വരില്ല. പിന്നെ എന്തിനാണ് ഈ കേസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അത് ഈ മാർട്ടിൻ മെനാഞ്ചേരിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച ആൾക്ക് മാത്രമേ അറിയത്തുള്ളൂ.